നമസ്കാരം, വേർഡ്സ് ഓഫ് യൂണിവേഴ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് യൂണിവേഴ്സ് തോന്നിപ്പിച്ചത് ഒരു കാർഡിൻ്റെ റീഡിംഗ് ആണ്. അപ്പോൾ ആരോടൊക്കെയോ യൂണിവേഴ്സ് അത് കണക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എന്നെ കേൾക്കുന്നവർ വിശ്വാസപൂർവ്വം പ്രാർത്ഥനാപൂർവ്വം ആയിരിക്കുക. അങ്ങനെയാണെങ്കിൽ മാത്രമാണ് ഈ കാർഡ് നിങ്ങളുടെ എനർജിയുമായിട്ട് കണക്ട് ആവുള്ളൂ. അപ്പോൾ നമുക്കിന്ന് കിട്ടിയിരിക്കുന്നത് ഏസ് ഓഫ് വാൻഡ്സ് ആണ്. ഇതൊരു പുതിയ തുടക്കം എന്നുള്ളതാണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്ന ഒരു അറിയിപ്പ്. കാരണം നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ആഗ്രഹിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ നാളായിട്ട് നിങ്ങൾ അതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലായിരിക്കാം. അപ്പം അങ്ങനെയുള്ളവർക്ക് യൂണിവേഴ്സ് പറയുന്നത് ഇതിനുള്ള സമയമായിരിക്കുന്നു എന്നുള്ളതാണ്. കുറേ നാളായിട്ട് നിങ്ങൾ എന്തെങ്കിലും ഒരു വാഹനം വാങ്ങാനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു കാര്യങ്ങൾ വാങ്ങാനോ ഒരു പുതിയ ജോലിയിലേക്ക് പോകാനോ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾ ആഗ്രഹിച്ചിരിക്കുന്നവരാവാം. അപ്പോൾ അതിന് നിങ്ങളോട് യൂണിവേഴ്സ് പറയുന്നത് ഇതൊരു പുതിയ തുടക്കമാണ്. നിങ്ങളുടെ ഇപ്പോൾ കുറേ നാൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളാൽ നിങ്ങൾ ടെൻഷനായിട്ട് വിഷമിച്ച ആ ഒരു കാര്യത്തിൻ്റെ പുറകെ നിങ്ങൾ നടന്ന ദിവസങ്ങളാവാൻ കഴിഞ്ഞു പോയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ അതിനെ മാറി ചിന്തിക്കുക. അവയെല്ലാം വിട്ടിട്ട് ഒരു പുതിയ ജീവിതം അല്ലെങ്കിൽ ഒരു പുതിയ ലൈഫ് നിങ്ങൾ മുന്നോട്ട് പോവുക. അതിൻ്റെ വഴികളിലൂടെ കണ്ടെത്തി നിങ്ങൾ മുന്നോട്ട് പോവുക എന്നുള്ളതാണ് യൂണിവേഴ്സ് പറയുന്നത്. അപ്പോൾ ഒരിക്കലും പഴയ ചിന്തകളാൽ നിങ്ങൾ അതിൻ്റെ പുറകെ കുടുങ്ങിക്കിടക്കാതെ നിങ്ങൾ പുതിയ കാര്യങ്ങളെക്കുറിച്ച് ഓർത്ത് മുന്നോട്ടുള്ള ജീവിതത്തെക്കുറിച്ച് ഓർത്ത് നിങ്ങൾ മുന്നോട്ട് പൊക്കോളൂ എന്നുള്ളതാണ് യൂണിവേഴ്സ് പറയുന്നത്. അപ്പോൾ നമുക്ക് മറ്റൊരു കാർഡ് എടുത്തിട്ട് എന്താണ് യൂണിവേഴ്സ് പറയുന്നതെന്ന് നോക്കാം. ഒരു കാർഡ് കൂടി എടുക്കാം നമുക്ക്. എന്താണ് ഇത് വെച്ചിട്ട് യൂണിവേഴ്സ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ പ്രാർത്ഥനാപൂർവ്വമായിരിക്കുക. നിങ്ങളോട് എന്താണ് യൂണിവേഴ്സ് ഇതിന് കാരണം പറയുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത് എന്തുകൊണ്ടാണ് നമ്മൾക്ക് ഇത്രയും നാൾ ഇത് നടക്കാതെ പോയത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇപ്പോൾ അതിനുള്ള സമയമായത് എന്ന് നോക്കാം. ഓക്കെ സണ്ണാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന കാർഡ്. അപ്പോൾ അതുകൊണ്ട് തന്നെ യൂണിവേഴ്സ് പറയുന്നത് ഇതൊരു കർമ്മ ബേസായി ചെയ്തിട്ടുള്ള ഒരു റിസൾട്ടാണ്. അതായത് നിങ്ങളുടെ മുൻജന്മ കർമ്മഫലം എന്നുള്ളത് നിങ്ങൾ അനുഭവിച്ച് തീർന്നിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത്രയും നാൾ നിങ്ങൾ ആഗ്രഹിച്ചിട്ട് നടക്കാതെ പോയ കാര്യങ്ങൾക്ക് ഇപ്പോൾ നിങ്ങൾക്ക് അത് ആരംഭം എന്നുള്ള ഒരു അറിയിപ്പ് വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ്. കാരണം നിങ്ങൾ മുന്നേ നാളുകളിലൊക്കെ അനുഭവിച്ച കഷ്ടപ്പാടുകൾ അല്ലെങ്കിൽ വിഷമങ്ങൾ, സങ്കടങ്ങൾ, നിങ്ങളുടെ ആഗ്രഹങ്ങൾ നടക്കാതെ പോവുക, നിങ്ങളൊരു പുതിയ കാര്യത്തിന് ഇറങ്ങിയിട്ട് അത് നടക്കാതെ പോവുക, സക്സസ് ആവാതെ ഇരുന്നതൊക്കെ നിങ്ങളുടെ ഒരു കർമ്മ ബേസ് ചെയ്തിട്ടുള്ള ഫലത്തിനനുസരിച്ചായിരുന്നു. അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് അതിനുള്ള ടൈമായി. നിങ്ങൾക്ക് യൂണിവേഴ്സ് നിങ്ങളുടെ ആ ജീവിതത്തിൻ്റെ ആ ഒരു തടസ്സങ്ങളും ആ ഒരു ഇരുൾ നിറഞ്ഞ അവസ്ഥയൊക്കെ മാറി നിങ്ങളുടെ ലൈഫ് കൂടുതൽ പ്ലസൻ്റ് ആയിട്ട് മുന്നോട്ട് പോകും എന്നുള്ളതാണ് യൂണിവേഴ്സ് കാണിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് എടുത്ത കാർഡും നമുക്കിപ്പോൾ രണ്ടാമത് കിട്ടിയ കാർഡും ഒരേ കാര്യങ്ങളാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അങ്ങനെ നിങ്ങൾ ഇത്രയും നാളും അയ്യോ ഇത് നടക്കുന്നില്ലല്ലോ, ഞാൻ ഇത്രയും നാളും കഷ്ടപ്പെട്ടിട്ടും ഒന്നും ആവുന്നില്ലല്ലോ എന്നുള്ള ഒരു സങ്കടത്തിലിരിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ പറഞ്ഞ കാര്യം വെച്ചിട്ട് യൂണിവേഴ്സുമായിട്ട് കണക്ട് ആവുക. നിങ്ങൾ ഈ കിട്ടിയ കാര്യം നിങ്ങൾക്കായി പറഞ്ഞ റീഡിംഗ് ആണെന്നുള്ളത് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുക. നിങ്ങൾ താങ്ക് യു പറയുക. പുതിയ പ്രതീക്ഷകളുമായിട്ട് മുന്നോട്ട് പോവുക. കാരണം ഫസ്റ്റ് കിട്ടിയത് ന്യൂ ബിഗിനിങ് ആണ്. രണ്ടാമത് കിട്ടിയിരിക്കുന്ന കാർഡും കർമ്മ ബേസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ഫ്യൂച്ചറിലേക്ക് ഒരു പുതു വെളിച്ചം വരാൻ പോകുന്നു എന്നുള്ളതാണ് നമുക്ക് ഇന്ന് കിട്ടിയിരിക്കുന്ന ഈ റീഡിങ്ങിൽ കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതുവരെയുള്ള കാര്യങ്ങളെല്ലാം മറന്നേക്കൂ. പുതിയൊരു ഉന്മേഷത്തോടു കൂടി പുതിയ പ്രതീക്ഷകളുമായിട്ട് മുന്നോട്ട് പോകൂ എന്നുള്ളതാണ് നമുക്ക് ഇന്നത്തെ റീഡിങ്ങിൽ കാണുന്നത്. അപ്പോൾ ഈ റീഡിംഗ് നിങ്ങളുമായിട്ട് കണക്ട് ആയി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ റീഡിങ്സുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം.